ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെച്ചു. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതുവർഷത്തിന് മുൻപ് മന്ത്രിമാരാകും. നവകേരള സദസ്സിലൂടെ കേരളവും പുനഃസംഘടനയിലൂടെ മന്ത്രിസഭയും മുഖമിനുക്കിയോ? നവകേരള സദസ് തിരുവനന്തപുരത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രി പരിഹാസ്യനായെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തുകൊണ്ടാകും? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ ഒരു വാഹനത്തിൽ ജനമധ്യത്തിലിറങ്ങി പ്രശ്നങ്ങളും ആവലാതികളും കേട്ടും പരാതി സ്വീകരിച്ചും നടത്തിയ സദസ്സ് സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയോ? മുഖം മിനുങ്ങിയോ? നമുക്കൊപ്പം അതിഥികളായി ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ശ്രീ KS അരുൺകുമാർ, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് ഇന്ന് ചേരുന്നത്. ക്രിസ്മസ് തലേന്നാണ്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, സാധ്യമായ രീതിയിലെല്ലാം മികച്ച രീതിയിൽ ഭരണം നിർവഹിച്ച ശേഷമാണ് പടിയിറക്കം എന്ന ആത്മവിശ്വാസത്തോടെയാണോ അങ്ങ് രാജി സമർപ്പിച്ചത്? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം ഒറ്റ MLA ഉള്ള ഒരു പാർട്ടി എന്ന നിലക്ക് 2.5 വർഷക്കാലത്തേക്കാണ് എൻ്റെ കാലാവധി തീരുമാനിച്ചിരുന്നത്. കാലാവധി തീരുന്ന മുറക്ക് തന്നെ രാജി കൊടുക്കാൻ ആലോചിച്ചിരുന്നു. നവകേരള സദസ്സ് നടക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സദസ്സ് കഴിഞ്ഞ ശേഷം മതി എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സദസ്സ് കഴിഞ്ഞ ഉടനെ രാജിവെക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് വിവാദങ്ങൾ കണ്ടതാണ്. 2.5 വർഷമെങ്കിലും ഒരു 10 വർഷം നീളുന്നത് പോലെയുള്ള വിവാദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഒരുപാട് പഴി കേട്ടു. പഴി കേൾക്കുമ്പോഴൊക്കെ മന്ത്രിസഭ ഒന്നാകെ ഇറങ്ങി പ്രതിരോധിക്കുമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു? അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. സ്വാഭാവികമായും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു കന്നിക്കാരനാണ് ഞാനെങ്കിൽ കൂടിയും ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുക എന്നത് നമ്മുടെയെല്ലാം ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. അവസാനമായി കോവിഡുമായി ബന്ധപ്പെട്ട സ്തംഭനങ്ങൾ വേറെയുണ്ടായി. അതൊക്കെ കഴിഞ്ഞൊന്ന് നേരെയാകും എന്ന് തോന്നുമ്പോഴാണ് വലിയ രീതിയിലുള്ള സമരം പൊട്ടിപ്പുറപ്പെട്ടത്. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളിൽ അധികവും അംഗീകരിച്ചെങ്കിലും വിഴിഞ്ഞം പോർട്ട് നിർമ്മാണം നിർത്തിവെക്കണം എന്ന രീതിയിലുള്ള ആവശ്യം അതിലുണ്ടായിരുന്നു. അതൊഴികെയുള്ള ഏതാവശ്യങ്ങളും പരിഗണിക്കാം എന്നതായിരുന്നു ഗവൺമെൻറ് നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും LDFിൻ്റെയും ശക്തമായ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരമൊരു സമരത്തെ നിശ്ചയദാർഢ്യത്തോടു കൂടി നേരിടാൻ സാധിച്ചത്. വിഴിഞ്ഞം പോലെയുള്ള ഒരു വലിയ പ്രൊജക്റ്റ് വിജയിപ്പിക്കുന്നതിനും മന്ത്രിസഭയുടെ ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധിച്ചത്. ആ രീതിയിൽ മന്ത്രിമാരിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ N ശ്രീകുമാർ, ഈ പദ്ധതികൾ എന്ന് പറയുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം, പദ്ധതിക്ക് തുടക്കമിട്ടതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയിലൂടെ കൊണ്ടുപോയി സാഫല്യത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു ദീർഘമായ കാലയളവുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ശ്രീ അഹമ്മദ് ദേവർകോവിൽ പടിയിറങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് തുടക്കമിട്ടതാര്, അതിലൂടെ കടന്നു പോയതാര്, വെല്ലുവിളികൾ നേരിട്ടതാര് എന്നിങ്ങനെ ഒരുപാട് വാഗ്വാദങ്ങൾ നമ്മൾ ഈ കാലയളവിൽ കണ്ടതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കി മുഖം മിനുക്കുന്ന ഒരു ഘട്ടത്തിലാണോ പിണറായി സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്? ശ്രീ N ശ്രീകുമാർ. ശ്രീമതി സുജയ, ശ്രീ അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം ഇവിടെ പ്രകടമാക്കിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലൊക്കെ നമുക്കറിയാം അത് ആര് കൊണ്ടുവന്ന പദ്ധതിയാണ്. അന്ന് ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന പിണറായി വിജയൻ എന്താണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നില്ല. പക്ഷേ നവകേരള സദസ്സ് സമാപിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെ 2 മന്ത്രിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക, അത് ഇടതുമുന്നണിയുടെ ധാരണ പ്രകാരമാണെന്ന് പറയുക, ഇതൊന്നും നമ്മുടെ കേരളം കണ്ടുപരിചയിച്ചിട്ടുള്ളതല്ല. ഒരു മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ 2 മന്ത്രിമാർ അതിൽ പങ്കെടുത്ത് നവകേരള സദസ്സിൻ്റെ വിജയമോ പരാജയമോ എന്തെങ്കിലുമൊക്കെ വിലയിരുത്തി അവർക്കൊരു നന്ദി പറഞ്ഞിട്ട് വേണ്ടേ അവരുടെ രാജി സ്വീകരിക്കാൻ അവരെ പറഞ്ഞു വിടാനായിട്ട്. ഇവരിന്ന് രാജിവെക്കേണ്ട കാര്യം തിരിക്കുന്നു. നവംബറിലാണ് ശരിക്കും ഇവിടെ രാജിവെക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നവകേരള സദസ്സ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നോ ഇവരെ മാറ്റാനായിട്ട്? അപ്പോൾ അതൊരു ശരിക്കും മര്യാദകേടാണ്. അതൊരു മുന്നണി മര്യാദ എന്ന് പറയുന്നത് മുന്നണി മര്യാദ അനുസരിച്ചിട്ടാണ് ഘടകകക്ഷികളെ മന്ത്രിമാരെ മാറ്റുന്നത്. അത് ഏത് മുന്നണിയും ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല.
പക്ഷേ അതിനൊരു മര്യാദയില്ലേ, ഒരു രാഷ്ട്രീയ മര്യാദയില്ലേ? ആ രാഷ്ട്രീയ മര്യാദ അഹമ്മദ് ദേവർകോവിൽ ഇന്ന് രാവിലെ പറയുന്നു ഞാൻ രാജി കൊടുത്തു, ആന്റണി രാജു പറയുന്നു ഞാൻ രാജി കൊടുത്തു. ഈ രാജി കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി അവർക്ക് ഒരു ഉചിതമായ യാത്രയെ 36 ദിവസം 136 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിക്കൊപ്പം നടന്ന 2 മന്ത്രിമാരല്ലേ? അപ്പോൾ അതിലൊരു 2 വകുപ്പും 2 രീതിയിലാണെങ്കിൽ പോലും ഈ മന്ത്രിസഭയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്തവർ പോകുമ്പോൾ പിറ്റേന്ന് 2 പേരെ മാറ്റുക, എന്നിട്ട് 2 പേരോടെ പുതിയ മന്ത്രിമാരാക്കാൻ തീരുമാനിക്കുക. LDF ഇന്ന് 11 മണിക്ക് കൺവീനർ പത്രസമ്മേളനം നടത്തിയ ഒരു കാര്യം പറയുക. എന്തിന് ആരും യോഗമൊന്നും ചേരണ്ടേ? ഇവിടെയാണ് KB ഗണേഷ് കുമാർ പണ്ട് പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയിൽ വരുന്നത്. ഒരു കൂടിയാലോചന നടക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് KB ഗണേഷ് കുമാർ പറഞ്ഞു. ആ ഗണേഷ് കുമാർ ഇന്ന് മന്ത്രിയാകാൻ പോകണം. അത് വേറൊരു രസമാണത്. നവകേരള സദസ്സ് പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിമാർക്കല്ലല്ലോ. ആ 2 മന്ത്രിമാരെ പെട്ടെന്ന് മാറ്റുമ്പോൾ ജനമെന്താ തീരുമാനിക്കുക? ഈ 2 മന്ത്രിമാരെ നവകേരള സദസ്സിൽ ഈ 2 മന്ത്രിമാരും കൂടെ ഇത്രയും കാലം നടന്നിട്ട് അവർക്ക് ഉചിതമായൊരു യാത്രയപ്പ് നൽകാനോ അവർക്കൊരു നന്ദി പറയാനോ ശ്രമിക്കാതെ അവരെ മാറ്റിയിട്ട് വേറെ 2 പേരെ ആക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2 മന്ത്രിമാർ ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താനുള്ള അവസരമെങ്കിലും കൊടുക്കായിരുന്നില്ലേ ഒരു മന്ത്രിസഭാ യോഗത്തിൽ? ശ്രീ അഹമ്മദ് ദേവർകോവിൽ ഇരിക്കുമ്പോഴാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നുള്ളതല്ലാതെ ഇടതുമുന്നണി ഗവൺമെൻറ്റിന് ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് അവസാന കാലഘട്ടത്തിലെ തീർപ്പാണ്. അത് ഏതൊരു മന്ത്രിസഭയും ഒരു തുടർ മന്ത്രിസഭ ആയതുകൊണ്ട്, ഭരണ സംവിധാനം തുടർ സംവിധാനമായതുകൊണ്ട് അതിലെല്ലാവരും പങ്കാളിത്തം വയ്ക്കുക. അതിൽ തെറ്റൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇടതുമുന്നണിയിലെ ചില തീരുമാനങ്ങളെക്കുറിച്ചാണ്. ആ തീരുമാനങ്ങൾ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു, ആ തീരുമാനങ്ങളിൽ INLൻ്റെ മന്ത്രി രാജപ്പള്ളി രാമചന്ദ്രന് കൊടുക്കുന്നു കോൺഗ്രസ്. അതിൽ ശക്തമായ പാർട്ടി ഇവിടെ നിൽക്കുകയല്ലേ, MP ശ്രേയസ് കുമാറിൻ്റെ പാർട്ടി. എന്തുകൊണ്ടാണ് അവിടുത്തെ ഒരു മന്ത്രി MLA മോഹനെ മന്ത്രിയാക്കാത്തത്? അപ്പോൾ ആരാണ് തീരുമാനിക്കുന്നത്? ഒറ്റയാളുള്ളൊരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തുവെന്ന് ശ്രീ അഹമ്മദ് ദേവർകോവിൽ പറയുമ്പോൾ എന്തുകൊണ്ട് RJDയെ മാറ്റി നിർത്തുന്നു? RJD LJD ലയിച്ചൊന്നായ ശേഷമുള്ളവരുടെ ശക്തി എല്ലാ ജില്ലകളിലും ഇല്ലേ? അതെങ്കിലും കണക്കാക്കണ്ടേ? അപ്പോൾ ഇത് ആര് തീരുമാനിക്കുന്നു? പിന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ചില കോടതി നടപടികളുണ്ട്. ഇതൊക്കെ നിൽക്കുകയാണ്. അതൊക്കെ അവിടെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു മാന്യമായ ഒരു യാത്രയെ ഈ മന്ത്രിമാർക്ക് കൊടുക്കാതിരുന്ന മോശമായി പോയി തന്നെയാണ് പൊതുജനങ്ങൾ വിലയിരുത്തുക. അത് രാഷ്ട്രീയമായും വിലയിരുത്തുക. അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ നവകേരള സദസ്സ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് 2 മന്ത്രിമാർ കൊഴിഞ്ഞുപോയി എന്നാരെങ്കിലും രേഖപ്പെടുത്തിയാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. ശ്രീ KS അരുൺകുമാർ, ഉചിതമായ ഒരു യാത്രയയപ്പ് മന്ത്രിമാർക്ക് 2 പേർ രാജിവെക്കുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന്. അടുത്ത 2 പേർ 29-ാം തീയതി ചുമതലയേൽക്കുന്നു. നേരത്തെ ധാരണയുണ്ടായിരുന്നു നവകേരള സദസ്സ് കഴിയുമ്പോൾ ഇവർ മാറുമെന്ന്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് നവകേരള സദസ്സ് ഇന്നലെ കഴിയുന്നു, ഇന്ന് നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഇവർ 2 പേരും രാജി സമർപ്പിക്കുന്നു. അത് ഔദ്യോഗികമാകുന്നു. അതിനപ്പുറം മന്ത്രിമാർക്ക് ഉചിതമായ ഒരു വിടവാങ്ങൽ അല്ലെങ്കിൽ ഒരു യാത്രയയപ്പ് അങ്ങനെയുള്ള ഒരു പതിവ് അത് ഉള്ളതാണോ, അത് വേണ്ടെന്ന് വെച്ചതാണോ? ഇപ്പോൾ ഉന്നയിച്ച ശ്രീ ശ്രീകുമാറിന്റെ ആരോപണത്തോടുള്ള മറുപടി എന്താണ് ശ്രീ KS അരുൺകുമാർ? ശ്രീ N ശ്രീകുമാർ തുടങ്ങിയത് തന്നെ ധാരണ പ്രകാരമാണെന്ന് പറയുന്നു എന്നതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ധാരണ എല്ലാ കാര്യത്തിലുമുണ്ട്. ഒരു ഘടകകക്ഷികളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നതിനെക്കുറിച്ച് നല്ല വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ശ്രീ N ശ്രീകുമാർ മനസ്സിലാക്കേണ്ടത് ഇത് UDF അല്ല, LDF ആണ്. ആദ്യഘട്ടത്തിൽ തന്നെ ആരൊക്കെ മന്ത്രിമാരാകണം 20 പേർ, 2.5 വർഷം ടേം തീരുമാനിച്ച് ആരൊക്കെ മന്ത്രിമാരാകണം, അതിനുശേഷം ഏത് സമയത്ത് മാറണം എന്നതിനെക്കുറിച്ചെല്ലാം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് വച്ച് ധാരണയുണ്ട്. ഇവിടെ 5-ാം മന്ത്രിക്ക് വേണ്ടി വെല്ലുവിളിയില്ല, പൊട്ടിത്തെറിക്കലില്ല, ഭീഷണിയില്ല, അതുപോലെ തന്നെ ആക്രോശിക്കുന്ന നടപടിക്രമങ്ങൾ ഒന്നുമില്ല. ഒരു സാമുദായിക സംഘടനയോ ജാതി സംഘടനയോ LDFന്റെ തീരുമാനത്തിൽ ഇടപെടുന്ന സാഹചര്യവുമില്ല. LDFന്റെ തീരുമാനം LDF നടപ്പാക്കുന്നു. ആദ്യം 2021 മെയ് മാസം 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മന്ത്രിമാർ കൃത്യമായി 2 ടേം ഒരു ടേമായി മാറണമെന്ന് തീരുമാനിച്ചത് 2 പേരാണ്. അത് ശ്രീ അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ ആന്റണി രാജുവുമാണ്. കൃത്യം നവംബർ മാസം 20-ാം തീയതി ആയപ്പോൾ 2.5 കൊല്ലമായി. നവംബർ മാസം 18-ന് തന്നെ നവകേരള സദസ്സ് ആരംഭിച്ചു. അതുകൊണ്ട് നവകേരള സദസ്സ് പൂർത്തീകരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അത് പൂർത്തീകരിച്ചു. ആ തീരുമാനം ഭംഗിയായി നടപ്പാക്കുന്നു. പിന്നെ പറയുന്നത് യാത്രയയപ്പ് കൊടുക്കണം, യാത്രയയപ്പ് കൊടുത്ത് വിടവാങ്ങൽ നടത്തി പോകുകയല്ലോ. ഇവരെല്ലാം ഈ മന്ത്രിസഭയുടെയും ഈ ഗവൺമെന്റിന്റെയും ഭാഗമാണ്. ഏറ്റവും നന്നായി പ്രവർത്തിച്ച 2 മന്ത്രിമാരാണ്. വിഴിഞ്ഞം പദ്ധതി അവസാനം കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യാൻ LDFന് കഴിഞ്ഞല്ലോ എന്നതാണ് ശ്രീ N ശ്രീകുമാർ പറഞ്ഞത്. ശ്രീ N ശ്രീകുമാർ മനസ്സിലാക്കണം,
വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ ഒപ്പിടുക മാത്രമാണ് UDF ചെയ്തത്. ഒരു കരാർ ഒപ്പിട്ടാൽ പദ്ധതി നടപ്പാക്കലാവില്ല. ആ കരാർ ഒപ്പിടുമ്പോൾ അതിന്റെ വ്യവസ്ഥകളെ ഞങ്ങൾ എതിർത്തിരുന്നു. കാരണം ആദ്യത്തെ 20 കൊല്ലത്തേക്ക് ഒരു വരുമാനവും സംസ്ഥാന ഗവൺമെന്റിനില്ല. 21ാം വർഷം 1%, 22ാം വർഷം 2%, അങ്ങനെ 40 വർഷം എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകെ 20% വരുമാനം. അപ്പൊ വ്യവസ്ഥകളെ ഞങ്ങൾ എതിർത്തിരുന്നു. പക്ഷെ ഒരു ഗവൺമെന്റ് ഒപ്പിട്ട കരാറിൽ നിന്ന് പിൻവാങ്ങിപ്പോയാൽ വലിയ തരത്തിലുള്ള നിയമ നടപടികളെ നേരിടേണ്ടി വരും. വലിയ തരത്തിൽ നഷ്ടപരിഹാരം ഉൾക്കൊള്ളുന്ന ഇൻഡിമിനിറ്റി ക്ലോസ് ഉള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി ഈ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുകയും പദ്ധതി ആരംഭിച്ചത് 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റ് ആണ്. പ്രളയം വന്നു, കോവിഡ് വന്നു, പാറകൾക്ക് വലിയ ക്ഷാമം വന്നു, 100 ദിവസം നീണ്ടു നിൽക്കുന്ന സമരം വന്നു. ആ പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം നേരിട്ടുകൊണ്ട് ആദ്യ കപ്പൽ എത്തിച്ച് വൻ രൂപത്തിൽ ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ശ്രീ അഹമ്മദ് ദേവർകോവിലാണ്. ഏറ്റവും കൃത്യമായി അദ്ദേഹം വഹിച്ച വകുപ്പുകളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ശ്രീ ആന്റണി രാജു KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ നമുക്കറിയാം അത് ഈ ഗവൺമെന്റിന്റെ സമയത്തുള്ള KSRTCയുടെ പ്രവർത്തനം കൊണ്ടല്ല. കാലാകാലങ്ങളായി KSRTCയിൽ വന്ന ലോൺ എടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലിശ അടവ്, കടമടവ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി, ആ പ്രതിസന്ധി അടക്കം പരിഹരിച്ച് AI ക്യാമറകൾ അടക്കം നടപ്പാക്കി അപകട മരണങ്ങൾ കുറച്ച് സാങ്കേതിക വിദ്യ നന്നായി പ്രയോജനപ്പെടുത്തി KSRTCയെയും പൊതുഗതാഗത വകുപ്പിനെയും പ്രൊഫഷണലിസം കൊണ്ടുവന്ന് ഏറ്റവും മാതൃകാപരമായി പൂർത്തീകരിച്ച 2 മന്ത്രിമാർ അവരുടെ ടൈം പൂർത്തീകരിച്ച് മടങ്ങിയാണ്. അതുകൊണ്ട് യാത്രയപ്പ് കൊടുത്ത് അവരെ അങ്ങ് വിടുകയല്ല, ഈ ഗവൺമെന്റിന്റെയും അതുപോലെ ഈ സംവിധാനത്തിന്റെയും എല്ലാം ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ താങ്കൾ എന്തിനാണ് വിഷമിക്കുകയാണ്? ഇന്നെ ഒരു MLA-മാരുള്ള ഇന്നെ കക്ഷികളെ മന്ത്രിയാക്കിയില്ലല്ലോ, അതൊക്കെ LDF തീരുമാനിച്ചോളും. ഇത് UDF അല്ല. LDFന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല അഭിപ്രായമുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ശ്രീ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുതെന്ന്. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം പ്രതിപക്ഷം നോക്കിയാൽ മതി. അവിടെ കേസുകളുള്ളതും അന്വേഷണം നടക്കുന്നതുമായിട്ടുള്ള എത്രയോ ആളുകൾ, പ്രതിപക്ഷ നേതാവ് തന്നെ വിദേശത്ത് പോയി പണം പിരിച്ചു കൊണ്ടുവന്നതിന്റെ വിജിലൻസ് അന്വേഷണം എല്ലാം നടക്കുകയാണ്. അതുപോലെ നിരവധി കൊലക്കേസുകളിലടക്കം പ്രതിയായവരാണ് KPCC പ്രസിഡന്റ് അടക്കം. അതുകൊണ്ട് ഇവിടെ ആര് മന്ത്രിയാകണം, ഇവിടെ ആര് ഭാരവാഹിത്വത്തിലേക്ക് വരണം എന്നൊക്കെ LDF തീരുമാനിച്ചോളും. ഏതായാലും നവകേരള സദസ്സ് ഉജ്ജ്വല വിജയമായി 136 മണ്ഡലങ്ങൾ 36 ദിവസം കൊണ്ട് പര്യടനം പൂർത്തീകരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന് ലക്ഷക്കണക്കിന് പരാതികൾ സ്വീകരിച്ച് കൂടുതൽ ഊർജ്ജത്തോടെ ഈ നവകേരള നിർമ്മിതിയിലേക്ക് കുതിക്കുമ്പോൾ പുതിയ 2 മന്ത്രിമാർ കൂടി വരികയാണ്. ഏതായാലും ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിക്കും, കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും, നവകേരളം നിർമ്മിതിക്കും, കൂടുതൽ ഭരണ തുടർച്ചയിലേക്ക് ഈ കേരളം മുന്നോട്ട് പോകും, ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകും. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഇത് കൃത്യമായിട്ടുള്ള ധാരണയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭാ പുനഃസംഘടനയാണ്. കൂടുതൽ വർജിത വീര്യത്തോടെ ഇടതുപക്ഷം മുന്നോട്ട് പോകും. ഓക്കെ, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ ശ്രീ അരുൺകുമാർ മുന്നോട്ട് വെച്ച ആത്മവിശ്വാസം, ഇതേ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മഞ്ചേശ്വരത്ത് നിന്ന് നവകേരള സദസ് തുടങ്ങുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ തിരുവനന്തപുരത്ത് നവകേരള സദസ് അവസാനിക്കുമ്പോഴേക്കും മുഖം മിനുങ്ങുകയാണോ, അതോ മുഖം തെളിയുകയാണോ, അതോ മുഖം വികൃതമാണെന്ന് ജനം മനസ്സിലാക്കുകയാണോ? എന്താണ് ഉണ്ടായത്? ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൂടിയുള്ള BJPയുടെ മറുപടി എന്താണ്? ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ. സുജയ, AKG സെന്ററിലെ ക്യാപ്സൂൾവാദികളല്ലാതെ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഒരാൾ പോലും ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുഖം സുന്ദരമാണ് എന്ന് സംസാരിക്കില്ല, പറയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്ത് വന്നതിന് ശേഷം കേരളത്തിലെ കാർഷിക മേഖല മെച്ചപ്പെട്ടോ? കേരളത്തിലെ വ്യാവസായിക രംഗം മുന്നോട്ട് പോയോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും സമൂലമായ മാറ്റം വന്നോ? കേരളത്തിലെ ഏത് രംഗത്താണ് കേരളം 1 ഇഞ്ചെങ്കിലും മുന്നോട്ട് പോവാതെ പുറകോട്ട് പോയത് എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. എന്താണ് KSRTC പെൻഷൻകാരുടെ കോടതി അലക്ഷ്യ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? ഈ സർക്കാരിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റു വഴികൾ തേടൂ. ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറെ, കേരളത്തിലെ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായിട്ട് എന്ന് കിട്ടും? എത്ര മാസമായി? പരമ്പത്ത് കൂലി കൊടുക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയല്ലേ നമ്മുടെ പാർട്ടി. ആ പാർട്ടി പറയുന്നത് 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പകുതി ശമ്പളം തരാൻ കഴിഞ്ഞ മാസത്തെ. ഈ മന്ത്രിമാർക്ക് ഇത് ബാധകമാണോ? ഇല്ല, ഞങ്ങളത് കൃത്യമായിട്ട് വാങ്ങും. ഞങ്ങളത് പാല് അണ്ടിപ്പരിപ്പിൽ മുക്കി കഴിക്കും, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പാലിൽ മുക്കി കഴിക്കും. ഞങ്ങൾ കോഴിയും താറാവും കഴിക്കും. ഞങ്ങൾ ഏറ്റവും മിച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ കഴിക്കും. പക്ഷേ മറിയക്കുട്ടിമാരുടെ പെൻഷൻ ഞങ്ങൾ വിതരണം ചെയ്യില്ല. അതിനി എന്ന് കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. സപ്ലൈകോയിൽ 5 വർഷം കൊണ്ട് മുമ്പ് പറഞ്ഞെന്താണ്? ഞങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വരിഞ്ഞു കെട്ടി പിടിച്ചു കെട്ടും. സപ്ലൈകോയിൽ 11 ഉൽപ്പന്നങ്ങളില്ല.
വിരലെണ്ണാവുന്നത് മാത്രമായിട്ട് ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഉദ്ഘാടനം ചെയ്യാൻ പോയ പാർട്ടി പ്രതിനിധികൾ ജനരോഷം ഭയന്ന് ഒളിച്ചോടിപ്പോയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇവരാണ് പറയുന്നത്. മാത്രമല്ല അരുൺകുമാറിന്റെ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. അനിയന്ത്രിതമായി വാങ്ങിയ കടവും പലിശയും KSRTC തകർത്തു. ആരാണ് സർ KSRTCയുടെ അനിയന്ത്രിതമായ പലിശയും കടത്തിന് ഉത്തരവാദി ആരാണ്? എന്തുകൊണ്ടാണ്? താങ്കൾ BOT കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. കേരളത്തിലെ സർക്കാർ പെൻഷൻകാർ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ആനുകൂല്യം കിട്ടാതെ പൂർണ്ണമായിട്ടും അവർ ഈ ലോകത്തും ഇവിടെ. അരുൺകുമാറെ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ ചർച്ച. നിങ്ങൾക്ക് അവസരം ഇനി എത്ര സമയമുണ്ട്? നിങ്ങൾക്ക് ഈ സമയം കിട്ടും, ഉത്തരം പറഞ്ഞാൽ പോലെ. ഞാൻ ചോദിച്ച ചോദ്യം, കേരളത്തിൽ അരുൺകുമാറെ നിങ്ങൾ പറഞ്ഞോ, എന്റെ തെറ്റിദ്ധാരണയും ഞാൻ പറഞ്ഞ കളവുകളൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ, എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇതേ മീഡിയ നമ്മുടെ മുമ്പിലില്ലേ, ശ്രോതാക്കളും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം 52 രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ കുട്ടികൾ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുന്ന കേന്ദ്രങ്ങളായി വിമാനത്താവളങ്ങൾ മാറി. കേരളത്തിലെ സർവകലാശാലകൾ, പ്രൊഫഷണൽ കോളേജുകൾ 1/3 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കണക്കുകൾ ഞാൻ നിരത്തണമോ? അഴിമതി, ധൂർത്ത്, നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി, കെട്ടുകാര്യസ്ഥത, ധൂർത്ത്, അടി, ഇടി. ഇനി താങ്കൾ പറഞ്ഞു ഈ ജനസദസ്സ് ഗംഭീരമായിട്ട് മുൻപോട്ട് പോകുന്നുവെന്ന്. ഈ ചാനൽ തന്നെ തൊട്ട് മുമ്പ് കാണിച്ചത് എന്താണ്? എങ്ങനെയാണ് ജനസദസ്സിന് ആളുകളെ സംഘടിപ്പിക്കുന്നത്? ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അനുഭവിക്കുന്നത് അതൊന്നും ആരും കൃത്യമായിട്ടുണ്ടാക്കിയതല്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചത്, അത്തരം ആളുകൾ വന്നില്ലെങ്കിൽ കാണാൻ പോകുന്ന ദൂരമായ പ്രത്യാഘാതങ്ങൾ. പലരും നമ്മോട് പറഞ്ഞു ഭയന്നിട്ട് പോവുകയാണ്. ജീവിക്കണ്ടേ? പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുന്നു. കൊല ചെയ്യുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതാണോ ഒരു സർക്കാരിൻ്റെ മുഖമെന്ന് പറയുന്നത്? ഒരു സർക്കാരിൻ്റെ മുഖം വികൃതമായതിൻ്റെ തെളിവ് തന്നെയല്ലേ ഇത്? ഈ മുഖത്തെ മെച്ചപ്പെടുത്താൻ KSRTC, നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ നിങ്ങളുടെ മന്ത്രിയാക്കാം, ക്രിമിനലുകളെ വെക്കാം, നല്ലവരെ വെക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മറ്റു പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ അത് പ്രസവിക്കുമോ? ഈ വകുപ്പ് മാറ്റം, ഈ ആളുകളെ മാറ്റി ആളുകളെ കണ്ണിൽ പൊടിയിട്ടാൽ കേരളം രക്ഷപ്പെടുമോ? ഇല്ല എന്ന് തന്നെയല്ല സൂചന. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമോ? കേരളത്തിലെ കാർഷിക മേഖല മെച്ചപ്പെടുമോ? കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മുന്നോട്ട് പോകുമോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുമോ? കേരളത്തിലെ മാവേലി സ്റ്റോറുകളിലും സർക്കാർ സംവിധാനങ്ങളിലുമുള്ള ഉൽപ്പന്നങ്ങൾ വില നിലവാരത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? സ്കൂൾ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന അധ്യാപകർക്ക് കുടിശ്ശിക കിട്ടുമോ? ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമോ? സെക്രട്ടറിയെങ്കിലും, നിങ്ങളുടെ ചീഫ് സെക്രട്ടറിയെങ്കിലും കോടതി പോയിട്ട് 5 പൈസ ഇല്ല, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നു എന്ന് വിലാപം അവസാനിപ്പിക്കുമോ? അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ മൊത്തം അവലോകനം ചെയ്യുമ്പോൾ കഴിഞ്ഞ 7 വർഷക്കാലം ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിനോട് കിടപിടിച്ചിരുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ കാർഷിക വിഭാഗങ്ങളിലൊക്കെ മുന്നോട്ട് പോയി സംസ്ഥാനം നാറാണക്കല്ലെടുത്തിരിക്കുന്നു. നിത്യനിദാന ചെലവിന് പോലും ഖജനാവിൽ പണമില്ല. സകല മേഖലകളും നശിച്ചിരിക്കുന്നു. ഈ മറിയക്കുട്ടിമാരും പാവപ്പെട്ടവരും ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് പാലിൽ മുക്കി തരണ്ട, ഞങ്ങൾക്ക് മാസാമാസം കിട്ടുന്ന ക്ഷേമ പെൻഷനെങ്കിലും ഞങ്ങൾക്കൊന്ന് എത്തിച്ചേരാൻ കഴിയാത്ത സർക്കാർ. KSRTCക്കാർ ചോദിക്കുന്നു പണിയെടുത്തതിന്റെ കൂലി. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടുവാനില്ലൊന്നും കിട്ടുവാനുള്ളത് പുതിയൊരു ലോകം എന്ന് പറയുന്ന തൊഴിലാളി ചോദിക്കുന്നു പണിയെടുത്തതിന്റെ കൂലി സമയത്തിന് കിട്ടുമോ? അരുൺകുമാറെ, ഓക്കെ, നമുക്ക് ശ്രീ അഹമ്മദ് ദേവർകോവിൽ ആദ്യ ഭാഗത്ത് മാത്രമേ ഈ ചർച്ചയിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അനുവദിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയവും ഏകദേശം പൂർത്തിയാകുന്നത് കൊണ്ട് ഞാൻ ഇതിന്റെ മറുപടിക്കായി ശ്രീ അരുൺകുമാറിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ അഹമ്മദ് ദേവർകോവിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, സർക്കാരിന്റെ യാത്രയെ, താങ്കൾ കൂടി പങ്കെടുത്ത യാത്രയെ, നവകേരള സദസ്സിനെയാണ് മറ്റ് പാനലിസ്റ്റുകൾ ഇത്രയും നേരം വിലയിരുത്തിയത്. താങ്കൾ ആ ബസ്സിൽ സഞ്ചരിക്കുന്ന ക്യാബിനറ്റിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഉചിതമായ യാത്രയയപ്പ് നൽകിയില്ല എന്ന ഒരു വിമർശനം താങ്കളുടെ സുഹൃത്തു കൂടിയായ ശ്രീ N. ശ്രീകുമാർ ഇവിടെ ഉയർത്തുന്നത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് പൂർത്തിയാകുമ്പോൾ യാത്രയ്ക്ക് മുൻപുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസം താങ്കൾക്ക് തോന്നിയിരുന്നു? അതോ ഈ വഴിനീളെയുള്ള അടിയും രക്ഷാപ്രവർത്തനം എന്നുള്ള വിശേഷിപ്പിക്കലും അങ്ങനെയുള്ള മറ്റ് ശോഭ കെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിനിടയിൽ കേരളം കണ്ട ഒരു സാഹചര്യം കൂടി മുൻനിർത്തി നോക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടിയിരുന്നു എന്ന് താങ്കൾക്ക് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ശ്രീ അഹമ്മദ് ദേവർകോവിൽ? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒന്നിച്ചു ചേർന്ന് ഭരണീയരെ കാണാൻ എല്ലാ മണ്ഡലങ്ങളിലേക്കും അങ്ങോട്ട് ചെല്ലുന്നൊരു സാഹചര്യം.
ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമാണ് എന്ന് പറയാൻ സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ ഇത് മാതൃകയായിക്കൂടായികയില്ല. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. നമുക്ക് ഓരോ സ്ഥലത്തെയും സ്വീകരണ പരിപാടി കണ്ടാൽ നമുക്കറിയാൻ കഴിയുന്നത് ആബാലവൃദ്ധം ജനങ്ങൾ രാഷ്ട്രീയത്തിനുപരിയായി ഒരു സാധാരണ ജനത എന്ന ഒരു രീതിയിൽ തന്നെ ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാം എന്ന നിലക്ക് ഇതുമായി സഹകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ പൈവളികയിലാണ് പ്രഥമ പരിപാടി നടന്നത്. അവിടെ ഒരിക്കലും തന്നെ അത്ര വലിയൊരു ജനക്കൂട്ടത്തെ ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ വമ്പിച്ച ജനക്കൂട്ടമാണ് പൈവളികയിലുണ്ടായത്. പിന്നീട് വന്ന ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഒന്നിനൊന്ന് മെച്ചമെന്ന രീതിയിൽ ജനങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ പ്രഭാത യോഗങ്ങളിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക മത രംഗങ്ങളിലൊക്കെയുള്ള ആളുകൾ അവരുടേതായ ആവശ്യങ്ങൾ അവിടെ തുറന്ന് സംവദിക്കുകയാണ്. രാഷ്ട്രീയമായി അവിടെ പോകരുത് എന്ന വിലക്കുണ്ടായിട്ട് പോലും ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പല പ്രഭാത സദസ്സുകളിലും പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത് വിലക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഞങ്ങളിതിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പരിപാടി മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതും ഇവിടെ ഞങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ പരിദേവനങ്ങളും അവതരിപ്പിക്കേണ്ടതും ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ജനങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്. അത് ഓരോരോ ജില്ലകൾ കടക്കുമ്പോൾ വലിയ രീതിയിൽ അത് വളർന്നു വരുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് പിന്നീട് നമുക്ക് കല്യാശ്ശേരിയിൽ കടക്കുമ്പോൾ മാത്രം കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ ഒരുപാട് കണ്ടവരാണ് നമ്മൾ. പ്രതിഷേധങ്ങൾ നടത്തുന്നവർ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് പറയണം. അത് തടയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ആരെങ്കിലും ഒരു ആത്മഹത്യാശ്രമം നടത്തിയാൽ അത് തടയാൻ KPCC പ്രസിഡന്റിന് അനുവാദം വേണം എന്ന് പറയുന്നത് ആരുടെ ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടായൊരു പ്രശ്നത്തെ ആ സ്പോട്ടിൽ തടയുന്നൊരു സാഹചര്യമുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു തരത്തിലും ഈ ജാഥയുടെ ഈ നവകേരള സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ബാധിക്കുന്നില്ല. നവകേരള സദസ്സ് ഗവൺമെൻറ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഭാവി നവകേരളം കെട്ടിപ്പടുക്കാൻ ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മുടെ വോട്ടർമാരുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിനുമുള്ള സദസ്സാണ്. ആ അർത്ഥത്തിൽ അത് വലിയ വിജയമായി മാറിയെന്നാണ് അതിൻ്റെ അവസാനത്തെ സമാപന സമ്മേളനം പോലും തെളിയിക്കുന്നത്. ഓരോ സമ്മേളനങ്ങളും അതിനെതിരെ അക്രമങ്ങൾ ഉണ്ടായപ്പോൾ പോലും ജനങ്ങൾ പിന്തുണയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പിന്നീട് നടന്ന ഓരോ സമ്മേളനങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കും. കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമായി മാറിയിട്ടുണ്ട്. അവർ വലിയ പ്രതീക്ഷയാണ് ഈ നവകേരള സദസ്സിൽ പുലർത്തിയത് എന്ന് തെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. കാരണം നമുക്കറിയാം ഈ നിവേദനങ്ങളുടെ വലിയ സംഖ്യ തന്നെ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളുടെ പരാതികൾക്ക് ജില്ലാ തലങ്ങളിൽ പരിഹരിക്കേണ്ടവർക്ക് 14 ദിവസത്തിനകം പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലാണ് പ്രഥമ പരിപാടി നടന്നത്. അവിടെ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ജാഥ മുന്നോട്ട് പോയത്. മറ്റുള്ളവ ഒക്കെ തന്നെ 45 ദിവസത്തിനകവും പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പരിഹരിക്കുക തന്നെ ചെയ്യും. നേരത്തെ നമുക്കറിയാം താലൂക്ക് അദാലത്തുകൾ മന്ത്രിമാർ പങ്കെടുത്ത് നടത്തിയിരുന്നു. ആ അദാലത്തുകൾ വന്ന പരാതികൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. കുറച്ച് കേസുകളൊക്കെ പെൻഡിങ് വന്നു എന്നത് ശരിയാണ്. അതുകൂടെ ഇതിൽ പരിഹരിച്ചുകൊണ്ട് തന്നെ ഒരു നവകേരള സൃഷ്ടിക്കായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി ശ്രീ അഹമ്മദ് ദേവർകോവിൽ, അങ്ങയുടെ യാത്രാ അനുഭവം പങ്കുവച്ചതിന്. ഒപ്പം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം അങ്ങയുടെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എന്താണ് എന്ന് കേൾക്കുക കൂടിയായിരുന്നു ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചതിൻ്റെ ഉദ്ദേശ്യം. അങ്ങേക്ക് ട്രെയിൻ ഉണ്ട്, ഇപ്പോൾ പോകേണ്ടതാണ് എന്നറിയാം. ഒരുപാട് സന്തോഷം പങ്കെടുത്തതിന്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി സെയിം ടു യു. നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ശ്രീ KS അരുൺകുമാർ, വിമർശനങ്ങൾ പലതും ഉയർന്നു വന്നു കഴിഞ്ഞു. എന്തിനായിരുന്നു ഈ യാത്ര എന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നു എന്ന വസ്തുത കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് പലതും, അതായത് പെൻഷൻ എത്തിക്കുന്നില്ല. ഇവിടെ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ്. പലയിടങ്ങളിലും സംസ്ഥാന സർക്കാരിന് കൃത്യമായി എത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ സേവനങ്ങൾ എത്തിക്കാൻ കഴിയാത്ത, ശമ്പളം എത്തിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് കൃത്യമായി ജനങ്ങളിലേക്ക്, ഈ 136 മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാൻ ഈ യാത്ര കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതോ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിലേക്ക്, കലാപാഹ്വാനം, മറുപടി, അടി, തിരിച്ചടി, ആ രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രതിച്ഛായ നിർമ്മിതി പൂർണ്ണ തോതിൽ സാധ്യമായിട്ടുണ്ടോ ശ്രീ KS അരുൺകുമാർ? ജയ,
ഇവിടെ ഈ നവകേരള സദസ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ പാളിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളാണ് UDFന്റെ നേതൃത്വത്തിൽ നടന്നത്. അത് കണ്ണൂർ മുതൽ കണ്ടു. ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് ഇടയ്ക്ക് വെച്ച് ഈ സദസ്സ് തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു. അതൊന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സദസ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കേരളം കുതിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഉപരോധങ്ങളും ഇടപെടലിന്റെ ഭാഗമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഈ ദുരന്തങ്ങൾക്കിടയിലും കേരള ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക. അതോടൊപ്പം തന്നെ നവകേരളത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള പരാതിയും നിർദ്ദേശങ്ങളും പദ്ധതികളും സ്വീകരിക്കുക എന്നതാണ്. ഈ നവകേരള സദസ്സ് 10 ദിവസം പിന്നിട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട തൃശൂർ MP ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അത് സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ്. 4.5 വർഷമായി ഒരു MP എന്ന നിലയിൽ ഈ കേരളത്തിൽ നിന്നുള്ള 18 MPമാരും ഒരക്ഷരം ഈ കേരളത്തിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉരിയാടാതിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും എല്ലാം നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഒരു കോൺഗ്രസ് MP തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന കോൺഗ്രസിന്റെ MP തന്നെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. നവകേരള സദസ്സ് 20 ദിവസം പിന്നിടുമ്പോഴാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പല രൂപത്തിൽ അങ്ങ് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ജനങ്ങൾ ആ മുദ്രാവാക്യം കേൾക്കാൻ അണിനിരക്കുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ പല ഗ്രൗണ്ടുകൾക്കും സ്ഥലമില്ലാതെ വരുമ്പോൾ കോൺഗ്രസ് തിരിച്ചറിയുകയാണ് ഞങ്ങൾ കുറച്ചു നാളായി മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി നേരിടും എന്ന ബോധ്യത്തിലേക്ക് കോൺഗ്രസ് വരികയും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും വീണ്ടും KPCC പ്രസിഡന്റ് അടക്കം അവരെ തള്ളിപ്പറയുന്നതുമെല്ലാം നാം കാണുകയാണ്. ഇത് തന്നെയാണ് ഓരോ മുദ്രാവാക്യത്തിനും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടി. പിന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, കുറെ നാളായി അദ്ദേഹം കൊണ്ടുവരുന്ന സെയിം CD ആണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത്. പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സപ്ലൈകോവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഹൈക്കോടതിയിൽ പോയല്ലോ ബഹുമാനപ്പെട്ട മറിയക്കുട്ടിക്ക് വേണ്ടി മറിയക്കുട്ടി പോയി. ഹൈക്കോടതി വിധി പറയും, ഉച്ചയ്ക്ക് കേസ് എടുത്ത് മാറ്റിവെച്ചിരിക്കുന്നു, ഇപ്പൊ വിധി പറയുമെന്ന് പറഞ്ഞു. എന്തേ വിധി പറയാത്തത്? ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിധി വരികയാണെന്നല്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികം ഉള്ളപ്പോൾ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്ന കേരള ഗവൺമെന്റ് കൊടുത്ത പെൻഷനാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വെറും 600 രൂപയായിരുന്നു, അത് 1600 രൂപയായി വർദ്ധിപ്പിച്ചു. ഞങ്ങളത് കൊടുക്കും. ഇപ്പോൾ കോടതിയിൽ പോയിട്ടാണോ ഈ ഒരു മാസം ഇപ്പൊ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്? കഴിഞ്ഞ മാസം ഒരു മാസത്തെ കൊടുത്തല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ടായിരുന്ന പൈസ 2020 ജനുവരി മാസം മുതൽ 2023 ഒക്ടോബർ മാസം വരെ കുടിശ്ശികയായിരുന്നു. 64 ലക്ഷം പേർക്ക് സംസ്ഥാന ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുമ്പോൾ കേന്ദ്രം കൊടുക്കുന്ന പെൻഷൻ വെറും 7 ലക്ഷം പേർക്കാണ്. അത് 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപ, 60 വയസ്സിനും 80 വയസ്സിനും ഇടയിൽ 300 രൂപ, വിധവകൾക്കും അതുപോലെ അംഗവൈകല്യമുള്ളവർക്ക് 200 രൂപ. അത് 7 ലക്ഷത്തിൽ താഴെ പേർക്ക്. ബാക്കിയുള്ളവർക്കെല്ലാം സംസ്ഥാന ഗവൺമെന്റാ. അതുകൊണ്ട് ഇവരെ എല്ലാം അഡ്രസ്സ് ചെയ്യും, പെൻഷൻ കൊടുക്കും. ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ കൃത്യമായി നികുതി പിരിവ് കാര്യക്ഷമമാക്കി GST ഫണ്ട് കൃത്യമായി ശേഖരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുക. ഉപരോധങ്ങളിൽ നിന്ന് ഉപരോധങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. MPമാരും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഇനി പോകുന്നത് ഡൽഹിയിലേക്കാണ് കൃത്യമായി സമരം ചെയ്യാൻ. ആ സമരം ചെയ്തുകൊണ്ട് ഈ വിഹിതം ഞങ്ങൾ നേടിയെടുക്കും. ഈ സാമ്പത്തിക ഉപരോധത്തെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. സപ്ലൈകോവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആരോപണം പറയുന്നുണ്ട്. 5 വർഷത്തേക്ക് 1 രൂപ പോലും 13 അവശ്യ ഇനങ്ങൾക്ക് കൂടില്ല എന്നത് ഈ ഗവൺമെന്റിന്റെ നയമായിരുന്നു. 1 രൂപ പോലും കൂടിയില്ല. 6ാമത് വർഷവും കൂടിയില്ല, 7ാമത് വർഷവും കൂടിയില്ല. അങ്ങനെ കൂടാതെ വരുമ്പോൾ വലിയ തരത്തിൽ അവിടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് ഞാൻ പറയട്ടെ, സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് ഞാൻ പറയാം അതിലേക്ക്. അതായത് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർ കൃത്യമായി ഇവർക്ക് കുടിശ്ശിക ഉള്ളത് കൊണ്ട് 5 വർഷം വർദ്ധിപ്പിക്കില്ല എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. അത് 7 വർഷം 7.5 വർഷമായി മാറിയപ്പോൾ സാധനങ്ങൾ സപ്ലൈ ചെയ്തവർക്ക് കുടിശ്ശിക വന്നു. അതുകൊണ്ട് അവർ കരാറെടുക്കാനും സാധനം എത്തിക്കാനും ബുദ്ധിമുട്ട് വന്നു. അത് തരണം ചെയ്യാൻ ഈ ആഴ്ചയോടുകൂടി അത് പൂർണ്ണമായി പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷെ, എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഒന്നാമതാണെന്ന് പറയാൻ 10 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി മാറി.
അങ്ങ് പറഞ്ഞല്ലോ വ്യവസായ രംഗത്ത് എന്തെങ്കിലും വന്നോന്ന്. ഒരു വർഷം 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചു. എണ്ണി കാണിച്ചു തരാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ഒരു വർഷം കൊണ്ട് 1,39,000 പുതിയ സംരംഭങ്ങൾ വന്നു. നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ്. പട്ടിണിയുടെ കാര്യത്തിൽ 107ാമതായി ഈ രാജ്യം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? പട്ടിണിയില്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ്. ഈ വസ്തുതകളൊന്നും പഠിക്കാതെ നിങ്ങൾ ഈ വന്നിരുന്ന് കേരളം എന്ന് കേൾക്കുമ്പോൾ, കേരളത്തെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു സീറ്റ് ഉണ്ടായിരുന്ന നിങ്ങൾ വട്ടപൂജ്യത്തിലേക്ക് മാറിയതെന്നും നിങ്ങൾക്ക് ഭാവിയിലൊന്നും ആ ഒന്നിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ കേരളം മാറിയ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. പ്രതിസന്ധിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകും. കേന്ദ്രത്തിന്റെ അവഗണനയെ അതിശക്തമായി നേരിടും. ഇപ്പൊ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ കളി സുപ്രീം കോടതി പോയില്ലേ? ഗവർണർമാർ ചോദിച്ചില്ലേ തീ കൊണ്ട് തലചൊറിയരുത്, ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ മാറരുത്. അതുപോലെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിസഭയുടെ മുകളിലല്ല ഗവർണർ എന്ന് പറഞ്ഞപ്പോ ബില്ലുകളിൽ 1 ഒപ്പിട്ടു, ബാക്കി 7 രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ പോവുകയാണ്. ഇപ്പൊ ആ SLP തന്നെ അമെൻഡ് ചെയ്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള വിഹിതം, ഫെഡറൽ രാജ്യത്ത് കൊടുക്കാനുള്ള വിഹിതം, അതിനെതിരെയും നിയമ പോരാട്ടം നടത്തുകയാണ്. അതുകൊണ്ട് ജയേന്ദ്രൻ മാഷ് എന്തെങ്കിലും സ്വാധീനം BJPയിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങോട്ട് തരാനുള്ള നെല്ലിന്റെ വിഹിതം തരണം, ഇങ്ങോട്ട് തരാനുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്ത വിഹിതം തരണം, ഈ കേരളത്തിന് തരാനുള്ള പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിഹിതം തരണം. അതുപോലെ തന്നെ കോളേജ് അധ്യാപകർക്ക് കൊടുത്ത ശമ്പള സ്കെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കൊടുത്ത പണം മേടിച്ചു തരണം. ആ വിഹിതങ്ങൾ അടക്കം മേടിച്ചു തരാനും ഈ കേരളത്തിന് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ അതിജീവിക്കാൻ ഈ കേരളീയൻ എന്ന രൂപത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇടപെടുകയാണ്. അല്ലാതെ സ്ഥിരം കൊണ്ടുവരുന്ന CD കൊണ്ടുവന്ന് ഈ ചാനൽ ചർച്ചകളിൽ ഇട്ട് ഈ ഗവൺമെന്റിനെ ആക്രമിക്കുകയല്ല വേണ്ടത്. 136 മണ്ഡലങ്ങളിലും അതിഗംഭീരമായി നവകേരള സദസ്സ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. അവർ തന്ന പരാതിയും അവർ തന്ന നിർദ്ദേശങ്ങളും കൃത്യമായി പരിഗണിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിപക്ഷം ഈ കേരളത്തിൽ ജനങ്ങളാൽ യാതൊരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത പ്രതിപക്ഷമായി മാറും. കാരണം അവർ എപ്പോഴും ഈ കേരളത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ളൂ. AI ക്യാമറ വന്നപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്നു. ജലമെട്രോ വന്നപ്പോൾ ഉദ്ഘാടന സദസ്സിൽ നിന്ന് മാറി നിന്നു. അതുപോലെ വിഴിഞ്ഞം വന്നപ്പോഴും അങ്ങ് തല കാണിച്ച് പിറ്റേ ദിവസം അതിനെതിരെ വർത്തമാനം പറഞ്ഞ് പുറത്തു വന്നു. ഇപ്പൊ ഇന്ന് പറയുന്നു പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന്. ശ്രീ അരുൺകുമാർ, ശ്രീ VD സതീശനിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ്. അപ്പോൾ ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കുറച്ചുകൂടി സമയം കൊടുക്കൂ. 2.5 വർഷമല്ലേ ആയുള്ളൂ സർക്കാർ അധികാരത്തിലേക്ക്, 2ാം പിണറായി സർക്കാർ വന്നിട്ട്. അപ്പോൾ ക്രിയാത്മക പ്രതിപക്ഷത്തിലേക്ക് എത്തുമായിരിക്കും. അതിനൊരു മറുപടിയിലേക്ക് ഞാൻ ശ്രീ N ശ്രീകുമാറിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ താങ്കൾക്ക് തുടരാനുള്ള അവസരം തരാം. ശ്രീ N ശ്രീകുമാർ, അടുത്ത ഘട്ടത്തിൽ നമുക്ക് കൂടുതലായി സംസാരിക്കാം. ഒറ്റ സെക്കൻഡ് ഞാൻ ആ ഉത്തരം ഇപ്പൊ തന്നെ പറഞ്ഞോട്ടെ. ഒറ്റ സെക്കൻഡ്. 2.5 കൊല്ലം കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചു. ഇനിയുള്ള 2.5 കൊല്ലവും പിന്നീടുള്ള 5 കൊല്ലവും പിന്നീടുള്ള 5 കൊല്ലവും എല്ലാം VD സതീശനും അദ്ദേഹത്തിന്റെ ടീമിനും പ്രതിപക്ഷമായി പ്രവർത്തിക്കാനുള്ള അവസരം കേരളം കൊടുക്കും. അതുകൊണ്ട് നീണ്ട 10-15 വർഷം വരുന്ന വർഷങ്ങളിലെല്ലാം അവർക്ക് പ്രതിപക്ഷമായി പ്രവർത്തിച്ചാൽ കഴിവ് തെളിയിക്കാം. അതിൽ LDFന് പ്രതിപക്ഷത്തിരുന്നാൽ കൊള്ളില്ലേ? LDFും UDFും മാത്രമല്ലല്ലോ, മറ്റൊരു മുന്നണി ജയേന്ദ്രൻ മാസ്റ്റർ എല്ലാ കാലവും പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസിന് കൊടുക്കുമെന്നാണോ TP ജയേന്ദ്രൻ മാസ്റ്റർ? ഒരെണ്ണം കിട്ടിയാലല്ലേ പ്രതിപക്ഷമൊക്കെ ആവാൻ പറ്റുള്ളൂ. ഒരെണ്ണമെങ്കിലും കിട്ടണ്ടേ? TP ജയേന്ദ്രൻ മാസ്റ്റർ വന്ന അപമാനമാണ്. അരുൺകുമാർ ഇരുന്നങ്ങ് അപമാനിക്കുകയാണ്. മറുപടി അല്ല അരുൺകുമാർ സ്വപ്നം കാണുന്നതിന് ഞാൻ എന്തായാലും അല്പം കുറച്ച് കാണുന്നില്ല സുജയ. 35 കൊല്ലം ബംഗാൾ ഭരിച്ചിരുന്നു അരുൺകുമാർ. ഇപ്പൊ എവിടെയാണെന്നറിയോ? സംപൂജ്യരാ. 24 കൊല്ലം അരുൺകുമാർ, നിങ്ങൾ ഒരുപാട് വിവരക്കേട് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ല അരുൺകുമാറെ. എന്നെ പറയാൻ കേൾക്കാം. നിങ്ങൾ ഇങ്ങനെ വെറും കമ്മ്യൂണിസ്റ്റ് ആവല്ല. നമുക്കറിയാം എവിടെ പോയി നിങ്ങൾ ഒച്ചയിട്ട് വന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾ കണ്ടതാ നിങ്ങളുടെ പ്രകടനം വളരെ മികച്ചതായിട്ട്. നിങ്ങളൊന്ന് എന്നെ കേൾക്കാം. 24 കൊല്ലം ത്രിപുര ഭരിച്ചു. എവിടെയുണ്ട് ഇപ്പോ? ഇനി താങ്കൾ ഇപ്പൊ കുറെ കണക്ക് പറഞ്ഞു. സർ, മന്ത്രി പറഞ്ഞ കണക്ക് ഞാൻ പറയട്ടെ. ഒരു കാര്യം ശരിയാണ്, 2 പുതുതായി മന്ത്രിമാർ വന്നാൽ സുജയ 40 കമ്മ്യൂണിസ്റ്റുകാർക്ക് മരണം വരെ പെൻഷൻ കിട്ടും, അവരുടെ PSമാരായിട്ട് നിശ്ചയിച്ച്. ഇതാണ് ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം. മാത്രമല്ല 15 സ്കൂളുകൾക്ക് പുതിയ കന്മതിൽ കിട്ടും. ജീവൻ രക്ഷാ സേനയിലൂടെ കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടും. നിവേദനങ്ങളുടെ എണ്ണം, എനിക്ക് ലജ്ജ തോന്നുക, നിവേദനങ്ങളുടെ എണ്ണം ഒരു സർക്കാരിന്റെ വിജയമായിട്ട് എണ്ണുന്നവരോട് പുച്ഛവും പരിഹാസവും മാത്രമല്ലേ എനിക്ക് തോന്നുന്നുള്ളത്. തീർന്നില്ല അരുൺകുമാർ, എന്തിനാ നിങ്ങൾ അസ്വസ്ഥനാകുന്നത്? കേൾക്കൂ പ്ലീസ്. അദാലത്തുകളെ കുറിച്ച് പറഞ്ഞു മന്ത്രി. താലൂക്ക് അടിസ്ഥാനത്തിൽ 5% താലൂക്ക് തലത്തിൽ നടന്ന അദാലത്തുകളിൽ തീരുമാനമായത് എന്ന് പറഞ്ഞാൽ 100 പരാതി കൊടുത്തതിൽ 95 പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. ഇനി താങ്കൾ കുറെ കണക്ക് പറഞ്ഞു. ഇവിടെ പട്ടിണിയില്ലാത്തത് പ്രദേശം കേൾക്കുന്നേ.
താങ്കൾ മധു കേരളത്തിലല്ലേ, പത്രം വായിക്കാറുണ്ടല്ലോ. ഒരു ആദിവാസി മധുവിനെ തച്ചു കൊന്നിരുന്നു കേരളത്തിൽ, അറിയോ? എന്തിനാ? ഒരു പിടി മണ്ണ് വാരിയതിന്. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ അരുൺകുമാർ ഓടയിൽ പൈപ്പിനടിയിൽ ഒരു കുടുംബം താമസിക്കുന്നു. 2 കുട്ടികൾ മണ്ണ് വാരിത്തുന്നു കൊച്ചു കേരളത്തില്. അട്ടപ്പാടിയില് നിങ്ങളുടെ വലിയ നേതാവിന്റെ നാട്ടില് ഒരു ഗർഭിണിയെ കഴിഞ്ഞ ഡിസംബർ മാസം 10-ാം തീയതി പൂർണ്ണ ഗർഭിണിയെ രാത്രി 11 മണിക്ക് പ്രസവവേദനയോട് പൊളഞ്ഞപ്പോ അവളെ പുതപ്പിൽ ചുവന്ന് കൊണ്ടുപോയി. സ്മൃതി മുരുകൻ എന്നാണ് ആ സ്ത്രീയുടെ പേര്. കേൾക്കണോ നിങ്ങൾക്ക്? ഇനിയുമുണ്ട് കണക്കുകൾ ഏറെ പറയാൻ. മറ്റൊരു പത്തനംതിട്ടയിൽ ആലുവാൻകുടി അജിത പ്രസവമെടുത്തത് സ്വന്തം ഭർത്താവ് ഏത് ടാർപോളിൻ കൊണ്ട് മേഞ്ഞ വീട്ടിനകത്ത് നിന്ന്. എന്നിട്ട് അവിടുത്തെ ബില്ലടയ്ക്കാൻ തേൻ വിറ്റ്. അരുൺകുമാറെ ഒന്ന് കേൾക്ക് നിങ്ങൾ. AKG സെന്ററിൽ എന്റെ CD അല്ല, AKG സെന്ററിലെ നിങ്ങളുടെ ക്യാപ്സൂളും ടോണിക്കുമാണ് വർത്തമാന കാലഘട്ടത്തിന് പിടിക്കാത്തത്. ഇനി താങ്കൾ ചില കണക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കട്ടെ. പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന് MP-മാരുണ്ടല്ലോ, അതിനകത്തൊരു ചോദ്യം, എന്തേ ബ്രിട്ടാസും നിങ്ങളുടെ ഇളമരം കരീമും നിങ്ങളുടെ സലാമൊക്കെ ഇല്ലേ, ഒരു ചോദ്യം ചോദിച്ചോ? എന്തേ അങ്ങനെ ഒരു കളവ് പറഞ്ഞാൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് ഒന്ന് കൊടുത്തുകൂടി അവിടെ? ഇതാ കളവും പറയുന്നു പറഞ്ഞത്. ഇത് പുറത്തു വന്ന് നിങ്ങൾ പലതും പറയും. ഇനി CAG-യുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കേൾക്കണോ? മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട് അരുൺകുമാറെ. ഞാൻ സെയിം CD ഓട്ടുകയല്ല. 14/9/2023 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കേരള ഗവൺമെന്റ് അയച്ച ഔദ്യോഗിക കണക്കിൽ എന്താ പറയുന്നത്? 7100 കോടി രൂപ കേരളം പിരിച്ചെടുക്കാനുണ്ട്. എത്ര? 7100 കോടി രൂപ. കണക്ക് വിശദാംശം വേണോ? രേഖകൾ കൃത്യമായി പാലിക്കുന്നില്ല, തീർന്നില്ല. പിരിച്ചെടുക്കാൻ കേരളത്തിലെ മൊത്തം ഇത് 5 കൊല്ലത്തെ കണക്ക് 52 മുതൽക്കുള്ള 28,258 കോടി രൂപ. കേരളത്തിലെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 24.23% കേരളം പിരിച്ചെടുത്തിട്ടില്ല. എവിടുന്നൊക്കെ? 6,227 കോടി രൂപ സർക്കാർ കോടതി ഇടപെട്ട് സ്റ്റേ കേന്ദ്രത്തിന്റെ കടോട് ഒന്ന് പറ ഞങ്ങൾക്ക് വേണ്ടെന്ന് അരുൺ ഒരു മര്യാദ കാണിക്കേ. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, കണക്കൊന്ന് വേഗത്തിൽ പറഞ്ഞു തീർത്താൽ ഇവിടുത്തെ കണക്ക് വേറെയാണ്. ആ കണക്ക് നിങ്ങൾ പറയുന്ന 2 കണക്കാണ്. കണക്കൊക്കെ ഞാൻ നിർത്തി. അല്ല, അരുൺകുമാറിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഹാരിസൺ മലയാളം എത്ര കോടി തരാനുണ്ട് പറ. ഇവിടുത്തെ പാവപ്പെട്ട ഒരു പെൻഷൻ ഇല്ല. ധൂർത്ത്, അഴിമതി, ഇതിലൊക്കെ പണമുണ്ട്. മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളത്തിന് ലക്ഷങ്ങൾ. ഞങ്ങളെ വിളിക്കും മുഖ്യമന്ത്രിയുടെ പശുവിന് ചാണകം വിടാൻ കിടക്കാൻ. ഒന്ന് അസ്വസ്ഥനാവല്ല നീ. അസ്വസ്ഥനാവല്ല സർ. യാഥാർത്ഥ്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊഞ്ഞനം കുത്തല്ല അരുൺകുമാറെ, ഒന്ന് കേട്ടിരിക്കുന്നേ. ഇനി നിങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ധനകാര്യ കമ്മീഷൻ എന്താ ധനകാര്യ കമ്മീഷൻ പറഞ്ഞത്? നടപടികൾ പാലിക്കുന്നില്ല. ഇനി നിങ്ങൾ ചോദിച്ച ഒറ്റ ചോദ്യം, ഞാൻ അതോട് ഉത്തരം പറയാൻ സുജി എന്നെ അനുവദിക്കണം. നിങ്ങൾക്ക് ഏത് പൈസയാ കിട്ടാനുള്ളത് ഒന്ന് പറ. ഇല്ല, വളരെ കൃത്യമായിട്ട് പാർലമെന്റ് അകത്ത് പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളം ചോദിച്ചത് 521.95 കോടി രൂപ. അരുണെ ഒന്ന് എഴുതി വെക്കണേ. കിട്ടിയത് 602.14 കോടി രൂപ കഴിഞ്ഞ മാസം കൈമാറി. 2ാം ഘട്ടത്തിലുള്ള അപേക്ഷ പിണറായി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കൊടുക്കാത്ത ഏത് കടലാസ്? ഇത് മന്ത്രി പറഞ്ഞത് പത്രക്കാരെ വിളിച്ച് നിങ്ങൾക്ക് തന്ന ഉത്തരമാണ്. തീർന്നില്ല. അരുൺകുമാർ ഇങ്ങനെ ചൂടാവല്ലാതെ. ശമ്പള പരിഷ്കരണം കിട്ടാനുള്ളത് 750.93 കോടി രൂപ. പണം ലഭിക്കുന്നതിനുള്ള ശുപാർശ സമർപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അവസാന തീയതി 2022 മാർച്ച് 31 ആയിരുന്നു. 2 തവണ കേന്ദ്രം കത്തയച്ചു. കൊടുത്തോ അരുണേ? ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി ഒന്ന് കാണിക്കി. പിന്നെ മൂലധന സഹായം കിട്ടേണ്ടത് 1925 നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ തെളിയിക്കുന്ന കടലാസ് ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം എല്ലാം വകമാറി ചെലവ് ചെയ്തു. മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ, ഹെലികോപ്റ്ററിന്, പശുവിന് തൊഴുത്തുണ്ടാക്കാൻ, നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും നമ്പർ 1 കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ, ഇതിനൊക്കെ വകമാറി ചെലവ് ചെയ്തു. കണക്കും കയ്യാലയും കൊടുക്കുന്നില്ല. ഹെൽത്ത് ഗ്രാന്റ് കേരളത്തിന് കിട്ടേണ്ടത് 421, കൊടുത്തത് 137, കിട്ടാനുള്ളത് ബാക്കി. കണക്കുകൾ തരുന്നില്ല. ഞാൻ വായിക്കുന്നില്ല അരുണേ. ഞാൻ ചോദിക്കട്ടെ അരുണേ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രീ അരുൺകുമാർ ഇവിടെ ചോദിച്ചിരുന്നു, നവകേരള സദസ്സിന്റെ യാത്ര തുടങ്ങിയതിന് ശേഷമാണല്ലോ കോൺഗ്രസ് MP-മാർ പാർലമെന്റിൽ ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു തുടങ്ങിയത് എന്ന്. അത് ഈ പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിലേക്ക് കൃത്യമായി ഉന്നയിക്കാനായി അവർ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണോ, അതോ
നവകേരള സദസ്സിൽ ചർച്ചയാകുന്നത് കണ്ട് തങ്ങളുടെ അവസരം കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിൽ ഇടതുപക്ഷം മുന്നേറി എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് അരുൺകുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായ ഒരു നടപടിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റേതും ശ്രീ ടി എൻ പ്രതാപിന്റേതും അടക്കമായി നമ്മൾ പാർലമെന്റിൽ കണ്ടത്. പിന്നാലെ ഓടുകയാണോ കോൺഗ്രസ്? ശ്രീമതി സുജയ, താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ ഇടതുമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ ഇപ്പോൾ 7 വർഷം ആയല്ലോ. ഇവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചോദിച്ചാലും കേന്ദ്രത്തിൻ്റെ പണം കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണം. ആദ്യം അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പാർലമെൻറ്റിൽ ശ്രമിച്ചത് NK പ്രേമചന്ദ്രനാണ്. GST കുടിശ്ശിക കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കേരള ഗവൺമെൻറ്റിനെ അപമാനിക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കേരളം കണക്ക് തന്നാൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞു. കേരളം കണക്ക് കൊടുത്തു, പണവും തിരിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും ഇവർ പറയുന്നു, ഹൈക്കോടതിയിൽ പറഞ്ഞു ഉച്ചക്കഞ്ഞി പ്രശ്നം. ഹെഡ് മാസ്റ്റർമാർ പണം ചോദിച്ചപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു കേന്ദ്രം തരാത്തതുകൊണ്ടാണ് പണം കൊടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു എങ്കിലൊരു കാര്യം ചെയ്യൂ, കേന്ദ്രത്തെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഉച്ചക്കഞ്ഞി പദ്ധതി എന്നാക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, പിറ്റേന്ന് സംസ്ഥാന ഗവൺമെൻറ് മറുപടി കൊടുത്തു അതല്ല കാര്യം, ഹെഡ് മാസ്റ്റർമാർ കണക്ക് തരാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് TM പ്രതാപൻ കൊടുത്തത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, TM പ്രതാപൻ എന്താ ഞങ്ങളുടെ ഒപ്പം വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പോയി. അതൊരു ഒരു രാഷ്ട്രീയ തമാശയായിട്ട് മാത്രമേ കരുതിയാൽ മതി. കാരണം TM പ്രതാപൻ ഇടതുമുന്നണി ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനല്ലല്ലോ ഇരിക്കുന്നത്. ഇവർ ഈ പറയുന്ന കണക്കുകളുടെ പൊള്ളത്തരം കേന്ദ്രം പറയുമെന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. കാരണം അതിനിടയ്ക്ക് നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നല്ലോ, അവർ കുറേ കണക്കുകൾ പറഞ്ഞല്ലോ, അതിനൊന്നും ഒരു ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇവർക്കൊരു നിവേദനം കൊടുക്കായിരുന്നില്ലേ ശ്രീമതി സുജിയ? അതുപോലും ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ പൊള്ളത്തരം പൊളിക്കാൻ വേണ്ടിയാണ് TM പ്രതാപൻ അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തത്. അത് പിന്നെ ചർച്ചയ്ക്ക് എടുത്തില്ല, അതങ്ങനെ കഴിയുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരെന്നും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ കുറേ കണക്കുകൾ പറയും, BJPയുടെ ജയേന്ദ്ര മാഷ് അതിന് വേറെ കുറേ കണക്കുകൾ പറയും. സത്യാവസ്ഥ എന്താ ശ്രീമതി സുജിയ? ഇന്നിതാ ക്രിസ്മസ് ചന്തയിൽ അരിയും വെളിച്ചെണ്ണയും പഞ്ചാരയും ഒന്നുമില്ല. ഇതാണ് സത്യാവസ്ഥ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഞാനും അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ കാണുന്നത്, ജനങ്ങൾ കാണുന്നത്, നമ്മൾ നേരിട്ട് കാണുന്നത് സാധനങ്ങൾ കിട്ടാതെ വരുന്നത്, ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട്, അതൊക്കെയാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ കണക്ക് 2 രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു കണക്ക് അവതരിപ്പിക്കുന്നു, ഒരു കണക്ക് പറയുന്നു, രേഖ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. മറുഭാഗത്ത് മറ്റൊരു വലിയ കണക്ക്, കോടികളുടെ വലിയ കണക്കാണ്. ഇപ്പോൾ ശ്രീ അരുൺകുമാർ അടക്കം ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാരായാലും മുഖ്യമന്ത്രി ആയാലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കണക്കാണ്. യഥാർത്ഥത്തിൽ എത്രയാണ് കൊടുക്കാനുള്ളത്, എത്രയാണ് കിട്ടാനുള്ളത്? കേന്ദ്രം വരിഞ്ഞു മുറുക്കുകയാണെങ്കിൽ അതിനെതിരെ കേരളം ഒന്നാകെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ സത്യം എവിടെയാണ് നിൽക്കുന്നത് ശ്രീ എൻ ശ്രീകുമാർ? അതുകൊണ്ടാണ് ശ്രീമതി സുജിയ പ്രതിപക്ഷം UDF പറഞ്ഞത് ഒരു ധവളപത്രം ഇറക്കൂ. യഥാർത്ഥ കാര്യം ജനങ്ങളെ അറിയിക്കേണ്ടത്. എന്തിനാണ് ഇപ്പോൾ നോക്കും, നവകേരള സദസ്സിൻ്റെ കാര്യം ചോദിച്ചു, ചിലവായത് എത്ര അറിയില്ല. കേരളീയത്തെക്കുറിച്ച് ചോദിച്ചു, ചിലവായത് എത്ര അറിയില്ല. ഇതാണ് സ്ഥിതി. അതാണ് പറഞ്ഞത് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷവും UDFും പറഞ്ഞു. അതുകൊണ്ടാണ്. മാത്രമല്ല പ്രതിപക്ഷം കുറച്ചു കാലം മുമ്പ് 2 ധവളപത്രം ഇറക്കി കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് സ്ഥിരം ഇവരുടെ പറച്ചില. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായ പരാജയം സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് നോക്കൂ, ആന്റണി രാജു മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ശേഷം എന്താ പറഞ്ഞത്? ശമ്പളം കൊടുത്തതിൽ തൃപ്തനാണെന്ന്. ഒരു ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കണ്ടേ ശ്രീമതി സുജിയ? ശമ്പളം കൊടുക്കേണ്ടത് ഔദാര്യമാണോ ഗവൺമെൻറ്റിൻ്റെ? പെൻഷൻ അവർ വേണമെങ്കിൽ പറയാമായിരിക്കാം. ജോലി ചെയ്തതിൻ്റെ ശമ്പളം കൊടുത്തത് അത് വലിയ നേട്ടമായിട്ട് കരുതുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്തു പറയാനാണ്? സപ്ലൈക്കോയിൽ സാധനം ഇല്ലാത്തതിനെ കുറിച്ച് മന്ത്രി GR അനിൽ പറഞ്ഞത് അത് വരും എന്നാണ്. ഇന്നലെ പറഞ്ഞത്. നാളെ ക്രിസ്മസ്, ഇന്ന് ഞായറാഴ്ച. ഇതൊക്കെ ഈ ഗവൺമെൻറ്റിനെ നവകേരള യാത്ര നടത്തിയ ശേഷം പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞ് മുന്നേറിപ്പോയതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തു? നവകേരള സദസ്സിൻ്റെ ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി, ഞാൻ പ്രതീക്ഷിച്ചത് മന്ത്രിസഭാ യോഗം ചേർന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും. ഇത്ര പരാതി കിട്ടി, ഇത്ര പരിഹരിച്ചു, അതൊക്കെയല്ലേ പറയേണ്ടത്. ഈ മന്ത്രിമാരെ യാത്രയപ്പ് കൊടുക്കാൻ പറഞ്ഞത് പൂച്ചെണ്ട് കൊടുത്ത് നമ്മൾ സാധാരണ സ്കൂളിൽ അധ്യാപകർക്ക് യാത്രയപ്പ് കൊടുക്കുന്ന പോലെ കൊടുക്കാനല്ല പറഞ്ഞത്. ഒരു രാഷ്ട്രീയ മര്യാദയാണ് പറഞ്ഞത്. അഹമ്മദ് ദേവർകോവിൽ സുജയ ചോദിച്ചില്ലേ യാത്രയപ്പ് ഇല്ലാത്തതിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഉത്തരം പറഞ്ഞോ? അല്ല, ശ്രീകുമാർ പറഞ്ഞ തെറ്റാണെന്നല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ മര്യാദയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇടതുമുന്നണിക്ക് ആദ്യം ഒരു നയം വേണം. ആ നയം ഇപ്പോൾ CPM കൈയടക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് BJPയെ പിന്തുണയ്ക്കുന്ന ദേവഗൗഡയുടെ പാർട്ടിയുടെ മന്ത്രി ഇന്ന് ഇടതുമുന്നണി മന്ത്രിസഭയിലുണ്ട്. നേരെ മറിച്ച് ഇന്ത്യ മുന്നണിയിൽ അംഗമായ മുന്നണിയുടെ MLAയെ മന്ത്രിയാക്കുന്നില്ല.
ഇതൊക്കെയാണ് പറഞ്ഞത്. KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതും മറ്റേ ആളെ മന്ത്രിയാക്കാതിരിക്കുന്നതൊക്കെ മുന്നണി നയം, അതൊന്നും തെറ്റില്ല. ഞാൻ പറഞ്ഞത് യാത്രയപ്പെന്ന് പറഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ നവകേരള സദസ്സിൽ ഇവർ സമാഹരിച്ച നിവേദനങ്ങൾക്ക് എത്ര നിവേദനം കിട്ടി, എത്ര പരിഹാരം കൊടുത്തു, ദിവസം നിങ്ങളടക്കം കാണിച്ചില്ലേ. അതായത് ഇത്ര പരാതി കിട്ടിയിട്ട് പരാതിക്ക് പരിഹാരമില്ല. പഞ്ചായത്തിൽ കിട്ടാതെ പരാതി പരിഹരിക്കാൻ പറ്റാതെ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ പറഞ്ഞു കൗണ്ടറിൽ കൊടുത്താൽ മതിയെന്ന്. കൗണ്ടറിൽ കൊടുത്ത പരാതി തിരിച്ചു പഞ്ചായത്തിലേക്ക് അയച്ചു. ഇതിനാണോ നവകേരള സദസ്സ് നടത്തിയത്? ഇതാണ് പ്രതിപക്ഷം ചോദിച്ചത്. ഇതാണ് ധൂർത്തെന്ന് പറഞ്ഞത്. ജനങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ ഈ ബസ്സിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ബസ്സിൽ പോയത് അവരുടെ തീരുമാനം ആയിക്കോട്ടെ. ആ ബസ് യാത്ര അവസാനിച്ച് പിറ്റേന്ന് 2 മന്ത്രിമാരെ മാറ്റിയത് രാഷ്ട്രീയമായി ചിന്തിക്കൂ സുജയ നമ്മളെ. അല്ലാണ്ട് അത് വേറെ രീതിയിൽ ഒരു അധ്യാപനം നടക്കുന്ന യാത്രയെപ്പായിട്ട് കാണരുത്. ആ മന്ത്രിമാർ അവരുടെ വകുപ്പിൻ്റെ കാര്യങ്ങൾ ഈ നവകേരള സദസ്സിൽ വന്നപ്പോൾ ഇത്ര പരാതി ഞങ്ങൾക്കും കിട്ടി, KSRTC ഇത്ര കിട്ടി, അനുവാദം ഒരു അവസരം കൊടുത്തു ആന്റണി രാജുവിന്. തുറമുഖ വകുപ്പ് മന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയ അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ അതൊക്കെ പറയാൻ വേണ്ടി അവസരം കൊടുത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇവരിപ്പം നാളെ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു. ആരാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നത്? ബാധ്യത നിർവഹിക്കാൻ ഗവർണർ വരുമ്പോൾ ഇവിടെ കത്തയച്ചു മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് ഈ ഗവർണർക്കെതിരെ. അപ്പോൾ അവർ പറഞ്ഞു ഗവർണർ വേറെ ചാൻസലർ വേറെ. ഈ ഏകലോചനം എന്നൊക്കെ പറയാം നമ്മുടെ നാടകത്തിൽ, ഒരു മുഖത്ത് 2 ഭാവം വരുത്തുന്നത്. ഈ ഗവർണർ നാളെ ഈ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ വേണ്ടി വരണ്ടേ? അപ്പോൾ ഇവരുടെ SFIക്കാരെന്ത് ചെയ്യും? ഇവരുടെ DYFIക്കാരെന്ത് ചെയ്യും? അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരുമ്പോൾ അവിടെ ഗവർണർ നല്ല ഗവർണറും പുറത്തിറങ്ങുമ്പോൾ ഗവർണർ ചീത്ത ഗവർണർ. ഇതാണോ? ഇതിന് എന്ത് നയമാണ്? ഈ മുന്നണിക്ക് നയമുണ്ടോ? അതാണ് ചോദ്യം. ഈ മുന്നണിക്ക് നയമില്ലാത്തതിന്റെ കുഴപ്പമടി കാണുന്ന മുഴുവൻ. ശ്രീകുമാർ അങ്ങിപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്. പക്ഷേ അതൊക്കെ തുറന്നു കാണിക്കാൻ ഇവിടെ പ്രതിപക്ഷമുണ്ടോ? പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു നയമുണ്ടോ എന്ന ചോദ്യം ഭരണപക്ഷം ശക്തമായി തന്നെ ചോദിക്കുന്നുണ്ട്. ഈ നവകേരള സദസ്സിന്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ തല്ലുകൊള്ളുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUകാരെയും ഒക്കെ നമ്മൾ കണ്ടു. കൃത്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് എപ്പോഴാണ് മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വന്നത്? അതും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിചാരണ സദസ് ഒരു ഭാഗത്ത് നടക്കുന്നു. ആ വിചാരണ എത്രത്തോളം സർക്കാരിനെ കീറിമുറിച്ച് വിചാരണ ചെയ്യുന്ന ഒന്നായി മാറി എന്നതും കേരളം കാണേണ്ടതാണ്. അതിലേക്കാണ് എത്തേണ്ടത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ഇതുപോലെ തുറന്നു കാണിക്കാൻ പ്രതിപക്ഷത്തിന് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയുമാണ്. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, ശ്രീ അരുൺകുമാർ താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ ഈ നവകേരള സദസ്സിന്റെ ബദലായിട്ടല്ല ഈ വിചാരണ, അതൊരു സമര പരിപാടിയായിരുന്നു. ഇത് ഗവൺമെന്റ് പരിപാടിയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ നവകേരള സദസ്സ് സമാപിക്കുന്ന ഘട്ടത്തിൽ ഇന്നത്തെ എല്ലാ പത്രങ്ങളും ഇന്നത്തെ എല്ലാ ചാനലുകളും പ്രതിപക്ഷത്തിന് എന്തിനു മേൽക്കൈ കിട്ടി എന്തുകൊണ്ട് കൊടുത്തു? അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളടക്കം റിപ്പോർട്ടർ ചാനലടക്കം ഒരു പുസ്തകം തയ്യാറാക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ലേ? ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്ന് നോക്കാനുള്ള സന്മനസ് പോലും കാണിക്കാത്തൊരു മുഖ്യമന്ത്രി എന്ത് പരാതി സ്വീകരിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് സുജയ? നിങ്ങൾക്കുള്ള അനുഭവം തന്നെ നിങ്ങൾ എടുക്കൂ. അതായത് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ മേൽക്കൈ കിട്ടിയത് പ്രതിപക്ഷത്തിനാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഈ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലിയതിന് കോടതി പറഞ്ഞില്ലേ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കാൻ? ഒരു മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? ഈ ഗൺമാന്മാരെ മാറ്റി നിർത്തുകയല്ലേ വേണ്ടത്? ഇനിയെങ്കിലും അത് ചെയ്തില്ലല്ലോ. അത് മാത്രമല്ല, പത്രക്കാരെ പേടി, മറിയക്കുട്ടി ചേട്ടത്തിയെ പേടി, പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് ശ്വാസം മുട്ടിച്ച് തടസ്സപ്പെടുത്തുന്നു. KPCC പ്രസിഡന്റിനെ അദ്ദേഹം കോൺഗ്രസ് പറയുന്നു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെയാണ് നവകേരള സദസ്സിന്റെ ഒരു ബാക്കി പത്രമായിട്ട് മറുപടി ഉണ്ടാവില്ല. പകരം ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ N. ശ്രീകുമാർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഉറക്കെ പറയാൻ ഒരു പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം ശക്തമായി തന്നെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടണം. അവസാന ഘട്ടത്തിലേക്കല്ല, ആദ്യം മുതൽ തന്നെ ഇതൊക്കെ പറയണമായിരുന്നു. അവസാനം വന്ന് ഗ്രനേഡ് വീണു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ നമ്മൾ കാണുന്നുണ്ട്. അത് വേണ്ടത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. യൂത്ത് കോൺഗ്രസിനെ വേട്ടയാടിയത് കണ്ടതാണ്, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് കണ്ടതാണ്, അതെല്ലാം കേരളം കണ്ടതാണ്. പക്ഷേ കൃത്യമായി ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു പുനർവിചിന്തനം കോൺഗ്രസ് എന്ന പാർട്ടിയും നടത്തേണ്ടതാണ്. ശ്രീ N. ശ്രീകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാൻ ശ്രമിക്കാം. സമയം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. ശ്രീ അരുൺകുമാർ, ഇടപെടാൻ വന്ന വിഷയത്തിലേക്ക് വരാം. അല്ല, അത് ശ്രമിക്കാൻ അതായത് കോൺഗ്രസ് KPCC യോഗം ചേരുന്നുണ്ട്. അപ്പം അറിയാം വിവരം. ഈ പറഞ്ഞല്ലോ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആശയപരമായി നേരിടുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്.
അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വിചാരണ സദസ്സ് എന്ന് പറഞ്ഞു. ഒരു 100 പേരെ വിളിച്ചിരുത്തി ഏതെങ്കിലും മണ്ഡലത്തിൽ ഈ നവകേരള സദസ്സിലെ മുദ്രാവാക്യത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഇന്നതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ? സാധിച്ചില്ലല്ലോ. ഇപ്പൊ പറവൂർ VD സതീശന്റെ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ഇട്ട കസേരകൾ ഭൂരിഭാഗവും വേക്കന്റായി കിടന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആശയത്തെ നേരിടാൻ ആശയം കൊണ്ട് വരുമെന്ന് പറഞ്ഞ് അതിന് നിങ്ങൾക്ക് സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾ ആയുധമെടുത്തു, രംഗത്തിറങ്ങി നവകേരള സദസ്സ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, എന്ത് കണക്ക് കൊടുക്കുന്നില്ല. ആരായി കണക്ക് കൊടുക്കേണ്ടത്? അക്കൗണ്ട് ജനറലാണ് കണക്ക് കൊടുക്കേണ്ടത്. ആരാണ് അക്കൗണ്ട് ജനറൽ നിയമിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിന് കണക്ക് കൊടുക്കണം. സംസ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന കണക്കുകൾ ക്രോഡീകരിച്ച് കൊടുക്കണം. ഈ കണക്ക് നിങ്ങൾ സമയത്ത് ബന്ധപ്പെതായി കൊടുക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ മിസ്റ്റർ ജയേന്ദ്രൻ മാഷെ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ GST നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. സംസ്ഥാനത്തിനുള്ള വിഹിതം വെട്ടിക്കുറച്ചു, പറയുന്നില്ല. കടമെടുക്കാനുള്ള തോത് കേരളത്തിന് മാത്രം 2.5 വെട്ടിക്കുറച്ചു. അതുപോലെ തന്നെ ഇവിടെ റവന്യൂ ഡിഫിഷ്യൻസി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും 57,400 കോടി രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർമ്മലാ സീതാരാമൻ വന്ന് 3 ദിവസം പത്രസമ്മേളനം നടത്തി. ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞതോ പെൻഷൻ ഫണ്ട് തന്നു. എന്ന് തന്നു? 2020 ജനുവരി മുതൽ 2023 ഒക്ടോബർ വരെ കുടിശ്ശിക ഉള്ളത് തന്നു. കുടിശ്ശികയാണ് തന്നത്. അതായത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര വിഹിതം കൂടി എടുത്ത് വിതരണം ചെയ്തതിന്റെ കുടിശ്ശികയാണ് തന്നത്. എന്നാൽ നെല്ലിന്റെ കുടിശ്ശിക ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ജയേന്ദ്രൻ മാഷെ, ഈ ചാനൽ ചർച്ചകളിൽ വന്ന് സംസാരിക്കുന്നതിന്റെ ഒരു 10% സമയം ഈ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഒറ്റ MLA മാരില്ല, ഒറ്റ MP കേരളത്തിൽ ഇല്ലെങ്കിലും കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊന്ന് പറ, ഈ കേരളത്തിനെ ഇങ്ങനെ ധനകാര്യ മേഖലയിൽ ഇങ്ങനെ കൂച്ചുവിലങ്ങ് ഇടല്ലേ എന്ന് പറ. നമ്മളെല്ലാം കേരളീയരല്ലേ? ഈ കേരളത്തിന്റെ സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാകാൻ, ലോകത്തിന് മാതൃകയായി കേരളം വളരാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. വികസനത്തിന്റെ പാതയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒറ്റ സെക്കൻഡ്, സമയം അവസാനിക്കുന്നത് വികസനത്തിന്റെ പാതയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അത് പറയൂ. അവസാന മിനിറ്റാണ്. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, ഒന്ന് പറഞ്ഞുകൂടെ കേരളത്തെ ഒന്ന് സഹായിക്കാൻ? അല്ല, അരുൺകുമാറിന്റെ നല്ല ഉപദേശത്തിന് ഒരുപാട് നന്ദി. ഒറ്റ ചോദ്യം, കേരളത്തില് സാമ്പത്തിക ഒരു ധവളപത്രം ഇറക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താ അരുണിയ തടസ്സം? ധനകാര്യമന്ത്രി കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുൺകുമാർ നിർമ്മലാ സീതാരാമൻ ഈ കണക്കുകളിൽ മിണ്ടാതിരുന്നേ? ഈ 57,400 കോടി രൂപയുടെ കാര്യത്തിൽ നിർമ്മലാ സീതാരാമൻ മിണ്ടാത്തത് സുപ്രീം കോടതിയിൽ പറയുന്നുണ്ട്. വക്കീലെ, കൺട്രോളർ ഓഡിറ്റർ ജനറലിന് കണക്ക് പരിശോധിക്കാനേ അവകാശമുള്ളൂ. കണക്ക് കൊടുക്കേണ്ടത് സ്റ്റേറ്റാ. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് ചാനലിൽ വന്ന് കിട്ടിയാൽ ഇന്നലെ കിട്ടിയതുപോലെ കിട്ടും. അല്ല, പരിശോധിച്ച് തരുന്നില്ല. സമയത്ത് കണക്ക് പരിശോധിക്കട്ടെ. നിങ്ങളുടെ AGയോട് പറയൂ, കണക്കൊന്ന് പരിശോധിച്ച് തരാൻ. ഈ കൊടുക്കുന്ന കണക്കുകളൊന്ന് ക്രോഡീകരിച്ച് തരാൻ പറ. തരാത്തത് കേന്ദ്രം, ഉദ്യോഗസ്ഥനെ കേന്ദ്രം നിശ്ചയിക്കുന്നത് എല്ലാം കേന്ദ്രമാണ്. ഈ കേരളത്തെ ഒന്ന് പരിഗണിക്ക്. ഈ കേരളവും ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ കേരളം ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ്. LDF ആണ് ഭരിക്കുന്നതെന്ന് വെച്ച് ഇത്ര വിവേചനം കാണിക്കില്ലേ? ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. നമ്മളും നികുതി കൊടുക്കുക. ഈ കേന്ദ്രത്തിന് കൊടുക്കുന്ന നികുതി വലിയ ശതമാനം വടക്കേന്ത്യയിലേക്ക് പോവാ. വടക്കേന്ത്യയിലേക്ക് പഴയ CDയും ക്യാപ്സൂളൊക്കെ അടച്ചു വെക്കുക. പഴയ CD അടച്ചു വെച്ച് ഈ കേരളത്തിന്റെ കാര്യം ഒന്ന് പരിഗണിച്ച് ഒന്ന് പറ. അങ്ങനെ ഒറ്റ MLA വട്ടപൂജ്യമായി മാറിയത് കൊണ്ട് തന്നെയാണ്. ഒറ്റ MLA വട്ടപൂജ്യമായി മാറിയത് ഇതുകൊണ്ട് തന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും പരാതിയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും പരാതിയുണ്ട്. ശ്രീ അരുൺകുമാർ, ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന് കിട്ടാനുണ്ടെങ്കിൽ അത് ചോദിക്കാൻ കേരളത്തിന്റെ സർക്കാരിന് അതിന്റെ അർഹതയുണ്ട്. സമ്മതിക്കുന്നില്ല. അയാള് BJPയുടെ സ്വരത്തെ ഭയക്കുന്നു. കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഒരു അവകാശ ലംഘനം, ഒരു പ്രമേയം കൊടുക്കാൻ ഒരാളും ഭയക്കുന്നില്ല. BJPക്ക് സ്വരമില്ല കേരളത്തിൽ. കേരളത്തിൽ നിങ്ങൾക്ക് സ്വരമില്ലാത്ത ഞങ്ങളുടെ കുഴപ്പമില്ല, ജനങ്ങൾ തീരുമാനിച്ചതാണ്. നിങ്ങൾക്ക് സ്വരമില്ല, ഇനി ഉണ്ടാവുകയില്ല. ഒരു കത്ത് കിട്ടില്ല. ചട്ടിയെടുത്ത് അടിച്ചാലും നിങ്ങൾക്ക് നടക്കില്ല അരുൺകുമാറെ. ശരി, കിട്ടിയ മുതലല്ല.
കേരളത്തിൽ ജനങ്ങളുടെ മുതലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെല്ലുവിളിച്ചത് കൊണ്ട് നമുക്ക് കിട്ടാനുള്ള പണം കിട്ടുമോ? ഇല്ല. അതിന് കൃത്യമായ കണക്ക് വേണമെങ്കിൽ കൃത്യമായ ധവളപത്രം ഇറക്കാൻ സംസ്ഥാന സർക്കാർ എന്തിനാണ് മടിക്കുന്നത്? ധവളപത്രം ഇറക്കൂ. ശ്രീ അരുൺകുമാർ ഒരു ധവളപത്രം ഇറക്കിയാൽ ഇവിടെ ഒരുപോലെ പറയുന്നുണ്ടല്ലോ. ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഞാനൊന്ന് പറയട്ടെ. അതായത് ഒരു ധവളപത്രം ഇറക്കുക എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകൂ. അപ്പോൾ ഈ കണക്കിലെ ഓരോരുത്തരും വന്ന് പറയുന്ന കണക്കുകൾ ഓരോന്നാണ്. കൃത്യമായ ഒരു കണക്ക് പൊതുജനത്തിനും അറിയാൻ അവകാശമുണ്ട്. കാരണം ഇത് കേരളത്തിലെ ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടിയേ തീരൂ. പക്ഷേ കിട്ടാനില്ലാത്തത് കിട്ടാനുണ്ടെന്ന് പറയാനും കഴിയില്ല. അതിന് കൃത്യമായ കണക്ക് വേണം. ആ കണക്ക് ഒരു ധവളപത്രമെങ്കിൽ ധവളപത്രത്തിലൂടെ പുറത്തു വരട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾ 3 പേർക്കും നന്ദി. 3 പേർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ക്രിസ്മസ് പ്രത്യേക പരിപാടി കാണാം അടുത്തതായി. നമസ്കാരം.